കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ ചരക്കുമായി വന്ന ലോറി മറഞ്ഞു. 9ാം വളവിലാണ് അപകടമുണ്ടായത്. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ ഡ്രൈവറുടെ പരുക്ക് അത് എത്രത്തോളം ഗുരുതരമാണ്? വിവരങ്ങൾ പറ. ഗുഡ് മോർണിംഗ് സ്മിത, റീജിത്ത്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടായിരിക്കുന്നത്. 9ാം വളവിലാണ് ഈ ലോറി ഇപ്പോൾ മറിഞ്ഞിരിക്കുന്നത്. പുലർച്ചെ 5 മണിയോട് കൂടി ഉണ്ടായിട്ടുള്ള അപകടത്തിൽ ഡ്രൈവർക്ക് നിസ്സാര പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ചുരം ഇറങ്ങി വരികയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു വാഹനമാണിത്. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ഈ ലോറി ചരക്കുമായി വരികയായിരുന്നു. വയനാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നതിനിടെയാണ് 9ാം വളവിൽ നിന്ന് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടമാവുകയും ലോറി മറിയുകയും ചെയ്തിരിക്കുന്നത്. ഈ ലോറിയിൽ നിലവിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഡ്രൈവർക്ക് നിസ്സാരമായ പരിക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ആശ്വാസം നൽകുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല ശക്തമായ മഴ ഉണ്ടായിരുന്നു. ആ മഴയെ തുടർന്ന് ഈ ബ്രേക്ക് ചവിട്ടിയെങ്കിലും കിട്ടിയില്ല. അതേ തുടർന്ന് നിയന്ത്രണം നഷ്ടമാവുകയും തുടർന്ന് മറിയുകയുമായിരുന്നു. എന്തായാലും ഇത് സംരക്ഷണ ഭിത്തിയിൽ തങ്ങി നിന്നുള്ളതുകൊണ്ട് വലിയൊരു ദുരന്തമില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതും ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ തന്നെ ഈ വാഹനം ഇപ്പോൾ അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ റോഡിൽ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കില്ല. അതിന് കാരണം ഈ റോഡിൻ്റെ വശത്തേക്കാണ് ഇത് മറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ സംരക്ഷണ ഭിത്തിയിൽ തങ്ങി നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഈ ലോറി അവിടെ നിന്ന് ഉയർത്താനായിക്കൊണ്ട് ട്രെയിൻ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസും അതുപോലെ തന്നെ ചുരം സംരക്ഷണ സമിതിയും. ഇതുമായി ബന്ധപ്പെട്ട് വൈകാതെ തന്നെ ഈ ലോറി അവിടെ നിന്ന് മാറ്റാൻ കഴിയും എന്നുള്ള വിവരങ്ങളാണ് ഹൈവേ പോലീസ് അറിയിക്കുന്നത്. ശരി, സമീർ സി മുഹമ്മദ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.